ഭയപ്പെടണ്ട, പ്രേതമൊന്നുമല്ല, ഒളിവിലായിരുന്നു. വിനോദ് സ്ഥലത്തുണ്ടോ? കുളിക്കുകയാണ്. ഡോക്ടർ ഇരിക്കൂ. ഇരിപ്പുറക്കാത്ത അവസ്ഥയാ, എന്നാൽ ഇരിക്കാതെ നിവൃത്തിയുമില്ല. എവിടെയായിരുന്നു ഇത്രയും നാൾ? പീരങ്കിക്കകത്തായിരുന്നു, ഉണ്ടയായിട്ട്. എന്ത് അനുഭവിച്ചു, ജീവിതത്തിന്റെ മറുകര കണ്ടു. ഇനി ഒരിക്കലും ഒരാളോടും ഐ ലവ് യു എന്ന് ഞാൻ പറയില്ല. പ്രണയത്തിനും ചാവല്യങ്ങൾക്കും അപ്പുറത്ത് ജീവിതത്തിൽ പലതുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഫ്രോയിഡും യൂങ്ങും കണ്ടുപിടിച്ചത് മനുഷ്യ മനസ്സിലെ ചില ദ്വീപുകൾ മാത്രമാണ്. ഞാൻ കണ്ടെത്തിയത് വൻ കരകളാണ്, വൻ കരകൾ. സൈക്കോ അനാലിസ്റ്റ് ഒരു ബലിയാടാണ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി സ്വയം കഴുത്തറക്കപ്പെടുന്ന ബലിയാട്. എവിടെയായിരുന്നു ഡോക്ടർ? എന്താണ് സംഭവിച്ചത്? ആരെ ഭയന്നിട്ടാണ് ഡോക്ടർ ഒളിച്ചോടിയത്? എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് പോയത്. പക്ഷേ വിനോദ് ഇയാളാണ്. ഭാർഗവൻ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ഡോക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഭാർഗവന്റെ സകല ഇടപാടുകളെ പറ്റി തത്ത പറയുന്ന പോലെ പറയും. ഈസ് വിത്ത് ഭാർഗവൻ, എ സ്ട്രോങ് അലൈ. ഐ ഹാവ് ദ എവിഡൻസ്. എന്താണെങ്കിൽ വിനോദിനോട് പറഞ്ഞത്? പറഞ്ഞു തുടങ്ങുമ്പോഴേക്കാ സാർ വന്നത്. ഓക്കെ, വിനോദ് ഓഫീസിലേക്ക് വരും, വിശദമായി സംസാരിക്കാനുണ്ട്. ഭാർഗവനെ പൂട്ടാനുള്ള അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കുടിക്കമ്മച്ചി, ഇത് കുടിക്കമ്മച്ചി. കുടിക്കുന്നില്ലേല് ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോവാം. തെറ്റുകൾ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്യാത്ത തെറ്റിന് പഴിയേൽക്കേണ്ടി വരുന്നത് വേദനയുള്ള കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേദനിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടാവുമോ എന്ന് സംശയിക്കുന്നുണ്ടാവും. അതിപ്പോ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടിയുടെ അപ്പച്ചൻ അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഉരസേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, എവിടെ ഒളിപ്പിച്ചിട്ടില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല. എന്ത് സംഭവിച്ചു എന്നറിയാതെയുള്ള ഈ കാത്തിരിപ്പിന് ഒരു അവസാനം വേണമെന്ന് തോന്നിയോണ്ട് പറയാം. ഇനി കാത്തിരുന്നിട്ട് കാര്യം. നാഥനില്ലാതെ വളർന്നവനാണ് ഞാൻ. എന്ത് ചെയ്യാം? കുട്ടിക്കും ഇനി അതേ വിധി തന്നെ. കുട്ടിയുടെ അപ്പച്ചൻ ഇനി ഒരിക്കലും മടങ്ങി വരും. കോടതിയിലെല്ലാം ഞാൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓടി വന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്റെ കൂടെ നിന്നു. പലപ്പോഴും മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടിട്ടുണ്ട്, പക്ഷേ പിന്നോട്ടടിച്ചിട്ടില്ല. എന്റെ മുകളിൽ എല്ലാത്തിനും ഉടമസ്ഥനായി മറ്റൊരാളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും അതാരാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അയാളും ഞാനും തമ്മിലുള്ള ധാരണ. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല. ജീവിതത്തിൽ ഇന്നുവരെ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ വേവലാതികളുടെ കാരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള ആഗ്രഹമാണെന്ന് ഡോക്ടറാണ് പറഞ്ഞത്. ഞാനിത് പറയേണ്ടവരോട് പറഞ്ഞു. എന്നെ ഇല്ലാതാക്കും എന്നായിരുന്നു മറുപടി. ഇനി എനിക്ക് നിലനിൽക്കണമെങ്കിൽ തിരിച്ചടിച്ചേ മതിയാകും. അല്ലെങ്കിൽ വീണ്ടും ഒരു അടിമയായി പഴയ ജീവിതത്തിലേക്ക് മടങ്ങും. വയ്യ, ഇനി ഒരിക്കലും അതിന് വയ്യ. എനിക്ക് നിങ്ങളിൽ നിന്നറിയേണ്ടത് ഒന്നേ ഉള്ളൂ. ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. എന്ത് തീരുമാനവും എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അണ്ണന്റെ തീരുമാനത്തിനപ്പുറം ഞങ്ങൾക്ക് വേറെ എന്ത് തീരുമാനമാണ്? എങ്കിലും നമ്മൾ പുറപ്പെടുകയാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കഞ്ചാവ് തോട്ടങ്ങളിലേക്ക്.
മിസ്റ്റർ ഭാർഗവൻ, ഇനി നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു ഭരണക്രമത്തെ മുഴുവൻ ധിക്കരിച്ചുകൊണ്ട് കാലങ്ങളായി നിങ്ങൾ രാജ്യദ്രോഹം ചെയ്യുകയാണ്. ഇനി അത് അനുവദിക്കില്ല. നിങ്ങളുടെ തോട്ടങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തന്നാൽ എല്ലാം സമാധാനപരമായി അവസാനിപ്പിക്കാം. മിസ്റ്റർ വിനോദ്, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ഡോക്ടർ ശാന്താറാം നേരിട്ട് നിങ്ങളോട് പറഞ്ഞു. ഞാൻ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി, തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് വേണ്ടി. ഞാൻ എതിരായപ്പോ ഊരിവെച്ച കാക്കിക്കുപ്പായം വീണ്ടും എടുത്തിട്ട് എല്ലാവരെയും ചതിക്കുകയാണ് അയാൾ. അയാളുടെ തോട്ടങ്ങൾ നശിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഭാർഗവ, താൻ ഇതും ഇതിനപ്പുറവും പറഞ്ഞ് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പുറപ്പെട്ടത്. അനധികൃതമായി വനത്തിൽ കടന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഞങ്ങളോടൊപ്പം ഉണ്ട്. തന്റെ കോടികൾ കത്തിച്ചു കളയുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണോ ഞാൻ പുറപ്പെട്ടത്? മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് വെക്കില്ല. ആടാ, ഭാർഗവ, ഭാർഗവ, നിർത്താനാ പറഞ്ഞത്. ഭാർഗവ, രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ഭാർഗവ, രക്ഷപ്പെടില്ല. പുറത്തു വന്നോ? എല്ലാം നീ നശിപ്പിച്ചു, എന്നെ തകർത്തില്ലാതാക്കി. പക്ഷേ ദൈവം ഇപ്പോ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടിട്ട് തന്നു. നിന്റെ വിധി എന്റെ കയ്യിലാണ് ഭാർഗവ. ഈ നിമിഷം നിന്റെ നന്ദികെട്ട ശരീരം ചിന്ന ഭിന്നമാക്കാൻ എനിക്ക് കഴിയും. ഭാർഗവൻ എന്ന വീരനായകൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിന്റെ യാതൊരു തെളിവുമില്ലാതെ കത്തിച്ച് ചാമ്പലാക്കാൻ എനിക്ക് കഴിയും. നിന്റെ ഡോക്ടറും ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ്. അവനും അവന്റെ കുടുംബത്തിനും നിന്റെ ഗതി തന്നെ ആയിരിക്കും. അവനാണല്ലോ നിന്നെ എന്റെ എതിരാളിയാക്കിയത്. അവസാന യാത്രയ്ക്ക് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അവസരം കൂടി തരികയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തരാൻ നിനക്ക് കഴിയും എങ്കിൽ ഞാൻ എല്ലാം മറക്കും, പൊറുക്കും. ജോസഫ് മാത്യുവിനെ വകവരുത്തിയത് ഞാനാണെങ്കിലും സംശയങ്ങൾ നീളുന്നത് നിന്റെ നേരെയാണ്. നിന്നെ ഞാൻ കുറ്റവിമുക്തനാക്കും. എനിക്കതിന് കഴിയും. പറയൂ ഭാർഗവ, വിശ്വസ്തനായി പഴയ ഭാർഗവനായി എന്റെ കൂടെ നിൽക്കാമോ? പറയൂ, നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? പോലീസ് ട്രെയിനിങ് കോളേജിലെ ക്ലാസ്സിൽ വെച്ച് ഒരിക്കൽ സാറ് പറയുണ്ടായി, സമൂഹം മഹാന്മാരെന്ന് കരുതി ആദരിക്കുന്നവരെയും പോലീസുകാരൻ സംശയദൃഷ്ടിയോടെ നോക്കണമെന്ന്. ആ പാഠം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഇതിത്ര എളുപ്പമായി. ഭാർഗവന്റെ സഹായത്താൽ ചെറിയൊരു പരീക്ഷണം. എങ്കിലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹം മണ്ണിൽ വീണുടയുമെന്ന് കരുതിയില്ല.
അവർ തമ്മിലുള്ള കണക്ക് അവർ തമ്മിൽ തന്നെ തീർക്കട്ടെ. ആ യൂണിഫോമിന്റെ നിറം മാത്രമേ നമ്മുടേതുമായി സാമ്യമുള്ളൂ. അതിനകത്തുള്ളത് നിയമപാലകനല്ല, തോംസകനാ. തോംസകൻ. വേണ്ട. ഒരു കൊലയാളിയാകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ ആളുകൾക്ക് തന്നെ വിട്ടുകൊടുക്കുക. എനിക്കിങ്ങനെ ഒരു യാത്രയപ്പ് തന്നതിന് മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികളോടും കുടുംബാംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടി. ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല. ഒരു രക്ഷയുമില്ല ഇവിടെ. സ്ത്രീപീഡനം, കൊള്ള, കൊല, തട്ടിക്കൊണ്ടുപോകൽ, അഴിമതി, ഹർത്താൽ, കർഷകരുടെ ആത്മഹത്യ, സ്വാശ്രയ കോളേജ്, തന്ത്രി. എങ്ങനെ നമുക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കും? മനഃശാസ്ത്രജ്ഞനായ ഞാൻ പോലും പലതവണ മനോരോഗിയുടെ അവസ്ഥയിലെത്തി. നിങ്ങൾക്ക് ഭ്രാന്ത് വരാതിരിക്കണമെങ്കിൽ വഴി ഒന്നേയുള്ളൂ. സ്ഥലം വിട്ടോളൂ. ഗൾഫിലോ ആഫ്രിക്കയിലോ ഇക്വഡോറിലോ എവിടേക്കെങ്കിലും. ഭീകരനായ കരണ്ട് ഭാർഗവൻ നന്മയുള്ളവനായി എന്ന ഒരേ ഒരു ചാരിതാർത്ഥ്യത്തോടെ ഞാനും പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം. ഡോക്ടറെ, പ്രസംഗം അടിപൊളിയായിരുന്നു. സദസ്സിലുണ്ടായിരുന്നു അല്ലേ? ഡോക്ടറെ ശല്യപ്പെടുത്തണമെന്ന് കരുതിയാ ഇടയ്ക്കൊന്നും വന്ന് കാണാതിരുന്നത്. ഇടക്കൊച്ചി ചെറിയൊരു റെസ്റ്റോറന്റ് നടത്തുക ഞങ്ങളിപ്പോ. ഞാൻ അറിഞ്ഞു. നല്ല കാര്യം. എങ്ങനെയുണ്ട് ബിസിനസ്? കുഴപ്പമൊന്നുമില്ല, നല്ല ജീവിതമൊക്കെ തന്നെ. പക്ഷെ ഈ നന്മ കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, ആരെങ്കിലും ഒരു ചെറിയ തെറ്റി എന്ന് കണ്ടാ കേറി ഇടപെട്ടു പോകും. അവസാനം തല്ലും പിടിയാവും. ഇപ്പൊ തന്നെ അണ്ണന്റെ പേര് 3-4 പോലീസ് കേസായി. അതെ, ഈ നന്മ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടാൻ വല്ല വഴിയുണ്ടോ ഡോക്ടറെ? ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ പ്ലീസ്, ഡോക്ടറെ.